സോഷ്യൽ മീഡിയ തുറന്നാൽ എപ്പോഴും കേൾക്കുന്ന ചില ടോക്കുകളാണ്. CBSE അടുത്ത കൊല്ലം മുതൽ കരിക്കുലം എല്ലാം ചേഞ്ച് ചെയ്യുന്നു, സ്റ്റേറ്റിലെ കരിക്കുലം ചേഞ്ച് ആവുന്നു, ഇന്ത്യയിൽ അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, NEP വരുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കാരണം കാലാകാലങ്ങളിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന, ഈ രാജ്യത്ത് നടക്കുന്ന ഈ കരിക്കുലത്തിൽ വന്ന മാറ്റങ്ങളെല്ലാം വളരെ അടുത്ത് നിന്ന് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ കരിക്കുലം ചേഞ്ച് ആയതുകൊണ്ട് മാത്രം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം കുട്ടികൾ ചേഞ്ച് ആവുന്നതും കുട്ടികളിൽ വലിയ മാറ്റങ്ങളുണ്ടാകുന്നതും കുട്ടികളിലുള്ള പരിവർത്തനത്തെയൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. കരിക്കുലം എത്ര ചേഞ്ച് ചെയ്താലും അധ്യാപകർ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. അപ്പോൾ അത് കരിക്കുലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. നമുക്ക് കുട്ടികളെ മനസ്സിലാക്കണമെങ്കിൽ അധ്യാപകരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം, അധ്യാപകരുടെ പേഴ്സണാലിറ്റിയിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം, അവരുടെ പിന്നെ കാഴ്ചപ്പാടുകളിൽ, അവരുടെ ദർശനങ്ങളിൽ, അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള മനസ്സിലാക്കലുകളിലൊക്കെ ഉയർച്ച ഉണ്ടാകണം. അതിന് വ്യക്തിത്വ വികസന അധ്യാപകരിലുണ്ടാകണം, അവരിൽ വലിയ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാകണം, അവരുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്തൊക്കെ ഡെവലപ്പാകണം. അവർക്ക് പിന്നെ അവരെ റീജുവിനേറ്റ് ചെയ്യാനും അവരെ എക്യുപ്പ് ചെയ്യാനും അവരെ ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെയുള്ള രീതിയിൽ ട്രെയിനിങ്ങുകൾ വരണം. അല്ലാതെ കരിക്കുലത്തെപ്പറ്റി മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ വിദ്യാഭ്യാസത്തിൽ ഒരു മാറ്റം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ലോകവ്യാപകമായി എന്നുള്ള പ്രശ്നം എന്താ? കുട്ടികളെ മനസ്സിലാക്കാനും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കുട്ടികളുമായിട്ട് റാപ്പ് ബിൽഡ് ചെയ്യാനും കുട്ടികളെ പിന്നെ ട്രാൻസ്ഫോം ചെയ്യാനും ഒന്നും പറ്റുന്ന കേപ്പബിലിറ്റി അധ്യാപകന് നഷ്ടപ്പെടുന്നതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അതിനുവേണ്ടി അധ്യാപകരിൽ രൂപാന്തരം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് അധ്യാപക പരിശീലനത്തിൽ പ്രമുഖമായി നടക്കേണ്ടത്. അത് ആ ചിന്തയിലേക്ക് ലോകം തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികളായിരിക്കും കുറഞ്ഞു പോകുന്നത്, വീണു പോകുന്നത്, ഇല്ലാതായി പോകുന്നത്.